കുറച്ചാൾ വാഴത്തോട്ടത്തിലായിരുന്നു ഇരിപ്പ്. ഇപ്പൊ കനലിൽ ഓടി കിടക്കുകയാണ്. ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു തുള കിട്ടിയാൽ മതി, അവിടെ കൊണ്ടുപോയി. FRK വ്ളോഗ്സിന്റെ ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സീരീസിന്റെ അങ്ങനെ അടുത്ത എപ്പിസോഡ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഫേക്ക് ഫ്രണ്ട്സ് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. പുള്ളി കുറച്ച് നാൾ മുമ്പേ ഈ FRK എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കുറച്ച് നാൾ മുന്നേ തുടങ്ങിയ ഒരു സീരീസ് പോലത്തെ ഒരു പരിപാടിയാണ് ഈ ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ലൈഫിനകത്ത് ഉണ്ടായ പല ഫേക്ക് ഫ്രണ്ട്സിനകത്ത് പറ്റിയിട്ടാണ് പുള്ളി ആ വീഡിയോകളിനകത്തൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പുള്ളി പറയുന്നത് പറഞ്ഞ് ഇങ്ങനെ ഒരു സാങ്കല്പിക കഥ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷെ പച്ചവെള്ളം കുടിക്കുന്നതും അതേപോലെ ചോറിനണം മലയാളികൾക്ക് മനസ്സിലാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക് സൂര്യനെയാണ് പറയുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ശരണ്യനെയാണ് പറയുന്നത്, പിന്നെ നമ്മുടെ മറ്റേ ഹമ്പിള്. അപ്പൊ ഈ പുള്ളിക്കാരനെയും ഇവരെല്ലാരെയും പറ്റിയിട്ടാണ് പുള്ളിക്കാരൻ ഈ അതായത് FRK ഈ ഒരു കഥയിനകത്തൊക്കെ മെൻഷൻ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇവരുടെ ആരെയും പേര് പുള്ളിക്കാരൻ പറയില്ല. പുള്ളി ഇങ്ങനെ വേറെ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പോകുള്ളൂ. അപ്പൊ പുള്ളിക്കാരന്റെ അപ്പൊ ഈ അടുത്തൊരു വീഡിയോനകത്ത് ഇപ്പൊ പുള്ളി വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഉഡായിപ്പ് കാന്താര എ ഫേക്ക് ഫ്രണ്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ തംബ്നെയിലൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു തംബ്നെയിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാർത്തിക് സൂര്യയാണ് ഇന്നത്തെ വിഷയം. അപ്പൊ കാർത്തിക് സൂര്യന്റെ ഈ കാവഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിനകത്തൊക്കെ ഞാൻ കാർത്തിക് സൂര്യനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ സെൽഫ് ഹാമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വിമർശിച്ചെങ്കിലും ഇപ്പൊ നിങ്ങൾ മുന്നത്തെ വീഡിയോ എൻ്റെ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ റിലേറ്റഡ് ആയിട്ടുള്ള എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ കാവഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിനകത്തൊക്കെ ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. കാര്യം പുള്ളിക്കാരനിക്ക് ഇഷ്ടമുള്ള കാര്യം പുള്ളി ചെയ്യുന്നു, പുള്ളി അത് എന്നിട്ട് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കുന്നു. ഇപ്പൊ വ്യൂവേഴ്സിനെ കാണിക്കുമ്പോഴത്തേക്കും പല രീതിക്കായിരിക്കും ആൾക്കാർക്ക് എടുക്കുന്നത്. ചിലർക്ക് അത് നല്ലതായിട്ട് തോന്നും, ചിലർക്ക് അത് ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അതൊക്കെ പല രീതിക്കായിരിക്കും ആൾക്കാരെടുക്കുക. പക്ഷെ ഈ റിലീജിയൻ കൊണ്ടൊന്ന് ഈ ഇപ്പൊ പബ്ലിക്കിൽ കാട്ടാൻ പാടില്ല എന്നുള്ളതിനോട് ഞാൻ യോജിക്കുള്ള. കാര്യം റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പൊ അത് പബ്ലിക്കിനെ കാട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ FRK പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേക്ക് ഫ്രണ്ട്സിന്റെ തുടക്കത്തെ സ്റ്റേജിനകത്താണ് ഈ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കാർത്തിക് സൂര്യക്കെതിരെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ FRK പറഞ്ഞത്. അപ്പൊ ഈ പുള്ളി പറയുന്ന ഈ ഓരോ കാര്യങ്ങളും എനിക്ക് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നതിൽ എവിടേക്കോ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കാർത്തിക് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നതാണ് പുള്ളി പറയുന്നതിൽ എവിടെയോ, അതായത് FRK പറയുന്നതിൽ എവിടെയോ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പൊ പെണ്ണുപിടിയനാണ് അതേപോലുള്ള രീതിക്കൊക്കെയാണ് കാർത്തിക് സൂര്യനെ പറ്റി പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി അത്രയും ഇതായിട്ടൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് സൂര്യ അതിനെപ്പറ്റി ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. അപ്പൊ ഈ നമ്മൾ തെറ്റ് ചെയ്താലാണല്ലോ നമുക്ക് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ പുള്ളി പ്രതികരിക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. പക്ഷെ പുള്ളി പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നണത്. നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ ഈ ഒരു എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ കുറച്ചാൾ വാഴത്തോട്ടത്തിലായിരുന്നു ഇരിപ്പ്. ഇപ്പൊ കനലിൽ ഓടി കിടക്കുകയാണ്. അത് ലിറ്ററലി സംഭവം വേറൊന്നുമല്ല, ആള് തീ പിടിച്ചിട്ട് നെട്ടോട്ട് ഓടുകയാണ്. ഓക്കെ, അപ്പൊ ഈ വാഴത്തോപ്പിന്റെ സംഭവം ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതായത് വാഴത്തോപ്പിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് പുള്ളിക്കാരൻ കാർത്തിക് സൂര്യയുടെ ബ്രേക്കപ്പിന്റെ സമയത്ത് പുള്ളിക്കാരൻ വാഴത്തോപ്പിൽ പോയിരുന്ന് കരഞ്ഞൊരു സംഭവമൊക്കെ ഈ ഫേക്ക് ഫ്രണ്ട്സിനകത്ത് ഭയങ്കര വലിയൊരു ടോപ്പിക്കായിരുന്നു. ആ പെണ്ണിനെ ചതിച്ചത് കാർത്തിക് സൂര്യയാണ്, എന്നിട്ട് ഇവൻ വെറുതെ വ്യൂവേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് മോങ്ങണയാണ്, അതായത് വാഴത്തോപ്പിനകത്ത് വന്നിരുന്ന് മോങ്ങണയാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മുടെ FRK കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു സംഭവമാണ് പുള്ളിക്കാരൻ ഇവിടെ മെൻഷൻ ചെയ്യണത്. അപ്പൊ ഇനി അതായത് എന്താണ് ഈ ഒരു പ്രശ്നം, അതായത് പുള്ളി ഇപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള വിഷയം എന്താണ് എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. കുറച്ചുകൂടി എന്താ പറയാ, ആളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ വീണ്ടും കൂടിയെന്നുണ്ട്. കന്നിമാസം അടുത്തായിരിക്കുന്ന പട്ടിയുടെ അവസ്ഥയിലാണ് ആൾ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് നോക്കണമെങ്കിൽ അതായത് FRK വ്ളോഗ്സിന്റെ ഭാര്യയുടെ അക്കൗണ്ടിനകത്തേക്ക് ഒരു പുള്ളിക്കാരി മെസ്സേജ് അയച്ചു. അതിന്റെ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ മെസ്സേജ് അയക്കല്ല, വിത്ത് പ്രൂഫ് മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ കാർത്തിക് സൂര്യയുടെ അതായത് പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു പുള്ളിക്കാരൻ കാരണം ഒരു പ്രശ്നത്തിലായ ഒരു പുള്ളിക്കാരിയാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ പുള്ളിക്കാരിനെ സെക്ഷുവലായിട്ട് ഉപയോഗിച്ചു എന്നും അതേപോലുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ വിത്ത് എവിഡൻസ് ഈ നമ്മുടെ FRK വ്ളോഗ്സിന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് ഈ പുള്ളി ഈ വീഡിയോനകത്ത്. അപ്പൊ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം പുള്ളിക്കാരൻ്റെ എവിഡൻസ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ അത് പുറത്ത് വിടണമെന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം ഇപ്പൊ നമ്മളെല്ലാവരെയും മുമ്പിൽ ഈ കാർത്തിക് സൂര്യ എന്ന് പറയുന്നത് അതൊരു നല്ലൊരു അധികം ഹെയ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ഫേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ഇന്റലക്സ് പോഡ്കാസ്റ്റിന്റെ വിഷയത്തിനകത്ത് പുള്ളിക്കാരന് കുറെ ഹെയ്റ്റ് വന്നെങ്കിലും അത് മാത്രമല്ല കാവഡ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഓരോ കോൺട്രവേഴ്സി വരുമ്പോഴും അങ്ങനെ ഹെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എന്നാലും മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാർത്തിക് സൂര്യക്ക് അങ്ങനെ വലിയ ഹെയ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വെറുതെ നാട്ടുകാരൻ അത് ചിരിച്ചൊരു മുഖം കാണിച്ച് പറ്റിക്കണയാണെങ്കിൽ പുള്ളിക്കാരന്റെ ആ ഒരു പൊയ് മുഖം അങ്ങോട്ട് പൊളിച്ച് കളയണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാര്യം അങ്ങനെ എല്ലാവരും പറ്റിച്ചിട്ടിരിക്കേണ്ട ആവശ്യമൊന്നും. ഈ കുട്ടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനെ എന്നെ പല രീതിയിൽ മുതലെടുത്തു, എന്നെ പറ്റിച്ചു, വിവാഹം ചെയ്യാന്ന് വാഗ്ദാനം ചെയ്ത് എന്നെ ഇങ്ങനെ
യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ FRK പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പെൺകുട്ടി, അതായത് നമ്മുടെ കാർത്തിക് സൂര്യയുടെ വീട്ടിനകത്തേക്ക് പോയിട്ട് കാർത്തിക് സൂര്യയുടെ തന്നെ അച്ഛനും അമ്മേനെ കണ്ടിട്ട് ഈ പുള്ളിക്കാരിക്ക് എക്സ്പീരിയൻസ് ചെയ്ത, കാർത്തിക് സൂര്യയുടെ ഭാഗത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇനി അച്ഛനും അമ്മയുടെ ഭാഗത്തു നിന്ന് വന്ന റിപ്ലൈ, ഈ അച്ഛനും അമ്മ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഈ ഫേക്ക് ഫ്രണ്ട്സിനകത്ത് മുന്നേ വന്നിട്ടുണ്ട്. അതായത് ഭയങ്കര മോശമായിട്ടുള്ള അലിഗേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ FRK പറഞ്ഞത് ഈ കാർത്തിക് സൂര്യയുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാര്യത്തിന്, മെയിനായിട്ട് അച്ഛൻ്റെ കാര്യത്തിനകത്ത്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ, അതായത് ഇനി എന്താണ് ഈ അച്ഛനും അമ്മയും പറഞ്ഞതെന്നുള്ളത് കണ്ടു. വളരെ പഠിപ്പുള്ള, വളരെ ഫോർവേഡ് ചിന്താഗതിയുള്ള അച്ഛനമ്മമാർ ആയിട്ടുള്ള അവർ പറയാണ്, ഇതുപോലെ വേറെ പിള്ളേർ ബ്രഹ്മയുഗത്തെ പെട്ട് വന്നിട്ടുണ്ട്. ഈ സ്വന്തം മകന്റെ വാക്കുകളിൽ വീണ് ഇതിനു മുന്നേ വേറെ പെൺകുട്ടികളിലൂടെ വന്നിട്ടുണ്ട്. മോൾക്ക് തെറ്റുപറ്റി പോയതാണ്. എന്താണ്, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്, എൻ്റെ മോനെ പ്രശ്നം ഉണ്ടാക്കരുത്, മോള് തിരിച്ച് വീട്ടിൽ പോകണം. ഇങ്ങനെ ഒരു കാര്യം ഒരു അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് പറയണതാണ് നിങ്ങളുടെ മകൻ എന്നെ ഇങ്ങനെ ചെയ്തു വിത്ത് എവിഡൻസ് പറയണതാണ്, അപ്പൊ ഈ അച്ഛനും അമ്മയും ഇങ്ങനത്തെ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പുറത്ത് വന്ന്, കാര്യം അത് നമ്മളെല്ലാവരും പബ്ലിക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇങ്ങനത്തെ ഇത്രയും, അതായത് ഇപ്പൊ നമ്മുടെ വീഡിയോനകത്തൊക്കെ വരുമ്പോഴത്തേക്കും ഇത്രയും ചിരിച്ചു കളിച്ചും ഇത്രയും ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു അച്ഛനായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഈ പറഞ്ഞ കാർത്തിക് സൂര്യയുടെ അച്ഛൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്രയും മോശമായിട്ടുള്ള രീതിക്ക് ഒരു പെൺകുട്ടിയോട്, അതായത് വെറുതെ അല്ലല്ലോ ആ പെൺകുട്ടി വന്നേക്കണത്. അപ്പൊ ഈ FRK പറഞ്ഞു വെച്ച് നോക്കണമെങ്കിൽ വെറുതെ അല്ല ആ പെൺകുട്ടി വന്നേക്കുന്നത്, അതായത് മകന്റെ ഭാഗത്തുനിന്ന് ഇത്രയും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടാണ് പുള്ളിക്കാരി വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളുടെ ഫേസ് ആണ് ഇപ്പൊ ശരിക്കും ഈ FRK പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയാൻ കാര്യം, ഇപ്പോഴും നമുക്ക് തെളിവുകൾ പുള്ളിയുടെ കയ്യിൽ ഉണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കാണാത്തടത്തോളം കാലം ഞാനത് ഉറപ്പിച്ച് പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വളരെ മോശം ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. മോശമൊന്നും അത്രയല്ല, നല്ല ഊള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ സൂപ്പർ ആയിരിക്കും. 3 മണിക്കൂറുള്ള സാധനമുണ്ട് എൻ്റെ കയ്യിൽ. ഉണ്ട് ആ സാധനം. ഞാൻ ഉദ്ദേശിച്ചത് കഥയല്ലാത്ത ഫോൺ സംഭാഷണം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ FRKയുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളി എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വിടണം എന്നാണ് ഞാൻ പറയുന്നത്. പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് പുള്ളിയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുള്ളി മിക്കവാറും പുറത്ത് വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാര്യം ഇതിന് മുമ്പത്തെ പുള്ളിക്കാരൻ്റെ എപ്പിസോഡും കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ഫേക്ക് ഫ്രണ്ട്സിന്റെ ആണെങ്കിലും അതൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും. പുള്ളി ആദ്യം തെളിവുണ്ടെന്ന് പറയും, പിന്നെ ആൾക്കാർ ഇങ്ങനെ പുറത്ത് വിടണമെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി അത് പുറത്ത് വിടുകയും ചെയ്യും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാർത്തിക് സൂര്യ റിലേറ്റഡ് കാര്യത്തിനകത്ത് മാത്രമാണ് ഫസ്റ്റ് ഒരു വീഡിയോ വന്ന് പിന്നെ അതിനെപ്പറ്റി അധികമൊന്നും പറയാണ്ട് പുള്ളി വിട്ട് കളഞ്ഞൊരു കേസായിട്ട് എനിക്ക് കാർത്തിക് സൂര്യയുടെ അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ പുള്ളി ഭയങ്കര വലിയ അലിഗേഷൻസ് കാർത്തിക് സൂര്യക്കെതിരെ പറഞ്ഞ് പിന്നെ വരുമ്പോഴത്തേക്കും കാർത്തിക് സൂര്യനെ പറ്റി അധികം മിണ്ടാത്ത ഒരു കേസ് വന്ന്. അപ്പൊ ഇവിടെ പുള്ളിക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കാർത്തിക് സൂര്യക്കെതിരെ ഉള്ളത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വിടട്ടെ. ഇനി നമുക്ക് ലാസ്റ്റ് അപ്പൊ നിർത്താൻ ഇദ്ദേഹത്തിന് ഉദ്ദേശമില്ല. ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു തുള കിട്ടിയാൽ മതി, അവിടെ കൊണ്ടുപോയി കണ്ണലാണ്. ഓക്കെ, അപ്പൊ അത് ഒരു ഇത്തിരി ഇതായിരുന്നു കാര്യം. കാർത്തിക് സൂര്യക്കെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എവിടെയെങ്കിലും ഒരു തുള കിട്ടിയാൽ മതി എന്നൊക്കെയുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ഗുരുതരമായിട്ട് അലിഗേഷൻസ് കാർത്തിക് സൂര്യക്കെതിരെ വരുമ്പോഴത്തേക്കും അത് ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ നാളായിട്ട് FRKയുടെ വ്ളോഗിനകത്ത് പലതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഫേക്ക് ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോസിനകത്താണ് കൂടുതൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കാണാറ്. അപ്പൊ കാർത്തിക് സൂര്യക്കെതിരെ ഇത്രയും വിഷയമായിട്ടൊരു സംഭവം വരുമ്പോഴത്തേക്കും പുള്ളി അതിനെപ്പറ്റി ഒന്നും വേണ്ടാണ്ട്, അതായത് അവോയ്ഡ് നെഗറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അതെപ്പോ നമ്മളെ ഒരു രീതിക്കും ബാധിക്കാത്തത്, നമ്മുടെ ഇമേജിനെ ഒരു രീതിക്കും ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ പറ്റി കുറെ പേര് പറയുന്നതാണെങ്കിൽ നമുക്ക് അപ്പം പറയാം, നമുക്കത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാർത്തിക് സൂര്യക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ കാർത്തിക് സൂര്യ മിണ്ടാണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലാണ് പുള്ളി അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന കാര്യമുള്ളൂ. അല്ല ഇപ്പൊ തെറ്റ് ചെയ്യാത്തവരോ, ഇപ്പൊ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നിങ്ങളെല്ലാവരും എന്നെ പറ്റി ഭയങ്കര കുറ്റങ്ങളും പോട്ടെ, ഭയങ്കര രീതിക്കുള്ള അലിഗേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു പെണ്ണുപിടിയനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വന്നിട്ട് പറയും എൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അതായത് എൻ്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ, അതായത് ശരി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുമല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മൾ കാർത്തിക് സൂര്യയുടെ കേസിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഈ FRK പറയുന്നതിൽ കാര്യം ഉണ്ടെന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. പിന്നെ എനിക്ക് ഇതിനകത്ത് വന്നൊരു ചോദ്യം, അതായത് എനിക്ക് വന്നൊരു ചോദ്യം കേട്ടോ, അതായത് ഇത്രയും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഈ കാർത്തിക് സൂര്യക്ക് എതിരെ അതായത് കാർത്തിക് സൂര്യയുടെ ഭാഗത്തു നിന്ന് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ
പെൺകുട്ടി എന്തുകൊണ്ട് കേസിന് പോകുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവരുടെ കയ്യിൽ തെളിവുകളെല്ലാം ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് ഇവർ കേസിന് പോകുന്നില്ല? കാരണം കേസിന് പോകണമല്ല. ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു വ്ളോഗറിന്റെ കയ്യിൽ നിന്ന് ഇത്രയും മോശം അനുഭവങ്ങളുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് കേസിന് പോകണം? അതെൻ്റെ ഒരു ചോദ്യം കേട്ടോ. അത് എനിക്ക് മനസ്സിലാവുള്ള. എന്തായാലും FRK ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് തീർക്കാനായിട്ട് ഉദ്ദേശിക്കില്ല എന്ന് എനിക്കും വ്യക്തമാണ്. പുള്ളിക്കാരൻ ലാസ്റ്റ് ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് ചാപ്റ്റർ 2 എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഡിമാൻഡ് തന്നെയാണെങ്കിൽ ഇനിയും കൊടുക്കും എന്നുള്ള രീതിക്ക്, അടുത്ത വീഡിയോ വരും എന്നുള്ള രീതിക്ക്. അപ്പോൾ അത് മിക്കവാറും വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ എനിക്ക് ഈ വീഡിയോനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെങ്കിൽ